അബുദാബിയിൽ മിസൈൽ അവശിഷ്ടം വീണ് 2 മരണം. അബുദാബി സ്വൈഹാൻ സ്ട്രീറ്റിലാണ് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരൻ. പരിക്കേറ്റവരിലും ഒരു ഇന്ത്യക്കാരനുണ്ട്. പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ച മറ്റൊരാൾ. ഇപ്പോൾ ദുബായിൽ നിന്ന് ജമാൽ കൂടി ചേരുന്നുണ്ട്. ജമാൽ, ഈ അബുദാബിയിൽ ഈ മിസൈൽ അവശിഷ്ടം വീണ് 2 പേർ മരിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അതിൽ ഒരാൾ ഇന്ത്യക്കാരൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ അബുദാബിയിലാണ് 2 ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തുണ്ടായത്. അതിൽ ഒരു ആക്രമണത്തിൽ ഡ്രോണാവശിഷ്ടങ്ങൾ പതിച്ച് 3 പേർ മരിച്ചു. അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, മറ്റൊരാൾ UAE ജോർദാൻ സ്വദേശികളാണ്. മരിച്ച 2 പേരാണ് മരിച്ചത്. അതിൽ ഒരാൾ ഇന്ത്യക്കാരനും മരിച്ച ഒരാൾ പാകിസ്ഥാനി സ്വദേശിയാണ്. 3 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരു ഇന്ത്യക്കാരുണ്ട്, ഒരാൾ UAE സ്വദേശിയും ഒരാൾ ജോർദാൻ സ്വദേശിയുമാണ്. ഇന്ന് പുലർച്ചെ 2 ആക്രമണമാണ് അബുദാബിക്ക് നേരെ ഉണ്ടായത്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് തന്നെയും ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ 5 ഗൾഫ് രാജ്യങ്ങളും ജോർദാനും ഒന്നിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ ഇറാനെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കി. ഇറാന്റെ ആക്രമണം നിരുപാധികം അവസാനിപ്പിക്കണമെന്നാണ് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇത്തരം നീക്കങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ അപലപിക്കുകയാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അത് ഇന്ന് 2 പേർ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇറാന്റെ ആക്രമണം മാറിയിരിക്കുന്നു. ശരി, ജമാലാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അബുദാബിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടം വീണ് 2 മരണം. അബുദാബി സ്വൈഹാൻ സ്ട്രീറ്റിലാണ് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. വിവരങ്ങളാണ് ദുബായിൽ നിന്ന് ജമാൽ നൽകിയത്.